കുടിക്കാൻ പൈപ്പിലും വെള്ളമില്ല, കുറെ കെറ്റിലും വെള്ളമില്ല. കേക്ക് മുറിക്കൽ ചടങ്ങിനിടെ വരൻ പ്രകോപിതനായി കേക്ക് വലിച്ചെറിഞ്ഞതിനെ തുടർന്ന് വിവാഹം മുടങ്ങി. അങ്ങനെ വരാൻ വഴിയില്ലല്ലോ. പക്ഷെ അങ്ങനെ വന്നല്ലോ. കല്യാണത്തിന്റെ അന്ന് തന്നെ കല്യാണം മുടങ്ങാന്ന് പറഞ്ഞ കഷ്ടം തന്നെ. അന്നുണ്ടാക്കിയ ബിരിയാണിയൊക്കെ എന്ത് ചെയ്തു ആവോ. ഈ സംഭവത്തിന്റെ ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലായിരിക്കുകയാണ്. എല്ലാം വിശദമായിട്ട് പറയണം. ദമ്പതികൾക്ക് ചുറ്റും ബന്ധുക്കളും സുഹൃത്തുക്കളും ഫോട്ടോഗ്രാഫർമാരും തിങ്ങി നിറഞ്ഞിരിക്കുന്നതിനിടെയാണ് നാടകീയ രംഗങ്ങൾ അരങ്ങേറിയത്. ഇനി ഞങ്ങൾ ചെറുക്കന്റെ വീട്ടുകാരുടെ കലാപരിപാടികളാണ്. കേക്ക് മുറിക്കുന്നതിന് മുൻപ് ഐസിംഗ് ചെയ്യുന്നതിനിടെ വരൻ സ്വന്തം വിരലുകൊണ്ട് അല്പം ഐസിംഗ് എടുത്ത് രുചിച്ചു. അവന് വിശക്കണുണ്ടാവും മുതലാളി, പാവം പറയാനറിയാൻ പാടില്ലല്ല, അതുകൊണ്ടാണ് അവൻ വലിച്ചു കയറ്റിയത്. വധുവിന് നൽകുന്നതിന് മുൻപ് വരൻ സ്വയം കഴിച്ചത് വധുവിനെ ചൊടിപ്പിച്ചു. നീ ഇത്ര നാണം കെട്ട ഒരുത്തനാണെന്ന് ഞാൻ വിചാരിച്ചില്ല. മീന, ബഹളം ഉണ്ടാക്കരുത് പ്ലീസ്. അപ്പുറത്ത് അവരൊക്കെ ഉണ്ട്. അവരൊക്കെ കേക്കട്ടെ. നിങ്ങൾ ചെയ്ത വൃത്തികേടുകളൊക്കെ ഇവിടെ എല്ലാവരും അറിയട്ടെ. അവർ ഉടൻ തന്നെ വരന്റെ പ്രവൃത്തിയെ ചോദ്യം ചെയ്യുകയും അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ഇതോടെ പ്രകോപിതനായ വരൻ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് മേശപ്പുറത്തിരുന്ന കേക്ക് താഴേക്ക് വലിച്ചെറിയുകയായിരുന്നു. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു, നിനക്ക് ഇങ്ങനെ തന്നെ വേണം. കേക്ക് നിലത്ത് വീണ് ചിതറിയോടെ അതിഥികളും ഫോട്ടോഗ്രാഫർമാരും സ്തംഭിച്ചുപോയി. അല്ല, കല്യാണം കഴിഞ്ഞാൽ എന്റെ അവസ്ഥ ഇത് തന്നെ ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ഈ കല്യാണം കുറിച്ചൊന്നും വേണ്ടെന്ന് വെച്ചിരുന്നത്. നിയന്ത്രണം വിട്ട വധു ചടങ്ങിൽ വെച്ച് പൊട്ടിക്കരയുകയും വിവാഹവേദിയിൽ നിന്ന് ഇറങ്ങിപ്പോവുകയും ചെയ്തു. പിന്നാലെ വരനും വേദിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന ദൃശ്യങ്ങളും വീഡിയോയിലുണ്ട്. ഇനി മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് എന്നെ ഇൻസൾട്ട് ചെയ്യാൻ നോക്കിയാ മോന്തക്കിട്ട് കിണ്ണാൻ വെച്ചരും കേട്ടേ. അപ്പൂട്ടൻ നനഞ്ഞിറങ്ങിയ കുളിച്ചേ കയറൂ. ചെറ്റ് എന്നെ അപ്പൂട്ടനാക്കരുത്. ഈ സംഭവത്തോടെ വിവാഹം മുടങ്ങിയതായാണ് റിപ്പോർട്ട്. സ്വാഭാവികം. അല്ല, രക്ഷപ്പെട്ടല്ലോ, ചാവാതെ രക്ഷപ്പെട്ടല്ലോ എന്ന് പറയായിരുന്നു. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യാം, പോയിട്ട് രാവിലെ വരാം.